Hi friends, welcome back to our channel Taste and Craft World. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ തമ്പ്ലൈൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വിചാരിക്കുന്നുണ്ടാവും ഇതെന്തത് ചിക്കൻ മീൻ കറി തെറ്റിയതാണോ, ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയതാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ടൈപ്പ് ചെയ്തത് തെറ്റിയതൊന്നുമല്ല. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ചിക്കൻ മീൻ കറി അല്ലെങ്കിൽ നമ്മൾ കുടംപുളി ഇട്ട് വെച്ച ചിക്കൻ മീൻ കറി. ഒരു അടിപൊളി ആയിട്ടുള്ള ചിക്കൻ മീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് എല്ലില്ലാത്ത ബ്രസ്റ്റ് പീസില്ലേ, ബോൺലെസ് പീസസാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്തിട്ട് തിരുമ്പി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇറച്ചിയുടെ മണം ഉണ്ടാവാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ്. കടുക്, ചുവന്നുള്ളി ഒരു 10 15 എടുക്കാം. 5 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയത്, കറിവേപ്പില, 4 പച്ചമുളക്, 1 തക്കാളി, 1 സവാള, വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും, കാശ്മീരി റെഡ് ചില്ലി പൗഡർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി തിരുമ്പി ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ വെക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ പാൻ വെച്ചു. ചട്ടി ഉണ്ടെങ്കിൽ, മൺചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മൺചട്ടി എടുക്കണം. അപ്പോൾ അത് പാൻ വെച്ചു. അതിൽ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കടുക് ഇടുക. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സബോള അരിഞ്ഞ് വെച്ചത് ഇടാം. സബോള ഇട്ടിട്ട് നന്നായിട്ട് നടക്കുക. ഒന്ന് വാടി കഴിയുമ്പോൾ പിന്നെ നമുക്കതിലേക്ക് ചുവന്നുള്ളി ഇടാം. സബോള ഇട്ടിട്ട് നമ്മളൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുവന്നുള്ളി അതിലേക്ക് ഇടാം. ചുവന്നുള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സബോള, ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായി വാടിയിട്ട് ഇനി അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാതും ചേർത്ത് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് അത് വഴറ്റിയെടുക്കാം. കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ സബോളയുടെ ഇഞ്ചിയും കളറൊക്കെ മാറി ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ചിക്കൻ മസാലയും ഗരം മസാലയും ഇട്ടിട്ട് നമ്മൾ കഴിച്ചത് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടേസ്റ്റും കൂടി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നന്നായി വാടി വന്നിട്ടുണ്ട്. തക്കാളി ഇട്ട് ഇറക്കി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. സാധാരണ നമ്മൾ കുടംപുളിയിട്ട് വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി ഇതിന് ചേർക്കില്ല. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ, മുളക് പൊടി, അതുപോലെ പച്ചമുളക് ഇട്ടിട്ടുള്ള എരിവ് കൂടണമെന്ന് വെച്ചിട്ട് മുളക് പൊടി നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ട്, ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ മുളകിൻ്റെയും അതിലൊക്കെ പച്ചമണം പോകണം, പച്ചക്കുത്ത് പോകണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ തീ നന്നായി കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ പൊടികൾ ഇട്ടിട്ട് ഒന്നും പച്ചക്കുത്തും മണമൊക്കെ പോയി ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുടംപുളി ഇടുക. കുടംപുളി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ചിക്കൻ പീസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നത്. കുടംപുളി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഒഴിച്ചു, അതിപ്പോൾ പറ്റിയും ഇവിടെ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം 1 ഗ്ലാസ് 2 ഗ്ലാസ് ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി ഇത് വേവാൻ വയ്ക്കാം. ഒരു 15 മിനിറ്റ് നമ്മളിത് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിക്കാൻ വയ്ക്കാനായിട്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയി. ഇപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ പീസ് നന്നായി വെന്തിട്ടുണ്ട്.
അബ്രോഡിൽ താമസിക്കുന്ന ആൾക്കാരില്ലേ, ഓസ്ട്രേലിയ, അമേരിക്ക എക്സെട്ര, അവിടെയുള്ള ആൾക്കാർക്കെന്ന് വെച്ചാൽ മറ്റുള്ള ഇറച്ചികൾ, ബീഫ്, കോഴീനേക്കാളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മീൻ കുറച്ചും കൂടി വില കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ചിക്കൻ വെച്ചിട്ട് നമുക്ക് മീൻ കറിയാക്കി കഴിക്കാം. കറിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ അവസാനം തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ, 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ടിട്ട് അടച്ച് വെക്കുക കേട്ടോ 5 മിനിറ്റ്. കറി റെഡിയായി. ചിക്കൻ വെച്ചിട്ടുള്ള കുടംപുളി ഇട്ട മീൻ കറി നമ്മുടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാം നമ്മൾ ചിക്കൻ മസാല ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാറ്. ഇപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇത്. ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പെട്ടെന്ന് ഒരാൾക്ക് ഇത് ചിക്കനാണ് വെച്ചേക്കണേന്ന് ആർക്കും തോന്നില്ല. കഴിച്ച് നോക്കിയാൽ മാത്രം അറിയണം ഈ ചിക്കൻ പീസാണല്ലോ എന്ന്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്നും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്താം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. അപ്പം ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ടാറ്റാ.